RSP കേരള ഘടകത്തിന്റെ മുന്നണി മാറ്റം കേന്ദ്ര നേതൃത്വം തള്ളി. ദേശീയ സമ്മേളനത്തിന് മുൻപ് കേരള ഘടകം നിലപാട് തിരുത്തണമെന്നും തിരുവനന്തപുരത്ത് സമാപിച്ച പാർട്ടി കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ചു. പാർട്ടി നയത്തിൽ നിന്നുള്ള അപഭ്രംശമാണ് കേരള ഘടകത്തിന് സംഭവിച്ചതെന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി TJ ചന്ദ്രചൂഡൻ പറഞ്ഞു. മുന്നണി മാറ്റം സംബന്ധിച്ച് കേരള ഘടകവും കേന്ദ്ര നേതൃത്വവും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാക്കിക്കൊണ്ടാണ് RSPയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം സമാപിച്ചത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിന് പകരമായി നേരെ UDFിൽ പോയി ചേർന്നതിനെ അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു ബംഗാൾ ത്രിപുര ഘടകങ്ങളുടെ നിലപാട്. നയമാറ്റം ഉടൻ തിരുത്തണമെന്നും ഇവരാവശ്യപ്പെട്ടു. എന്നാൽ അനിവാര്യമായ സാഹചര്യത്തിലാണ് മുന്നണി മാറിയതെന്നും അത് തിരുത്തുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ലെന്നും A. അസീസ് ഉൾപ്പെടെയുള്ളവർ വാദിച്ചു. വിശദമായ ചർച്ചകൾക്കൊടുവിൽ കേരള ഘടകത്തിന്റെ മുന്നണി മാറ്റം കേന്ദ്ര നേതൃത്വം തള്ളുകയായിരുന്നു. നിലവിൽ തൽസ്ഥിതി തുടരാനും ഏപ്രിലിലെ ദേശീയ സമ്മേളനത്തോടെ നിലപാട് തിരുത്താനും കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ചു. ഒരു അപഭ്രംശം സംഭവിച്ചു കേരളത്തിലെ പാർട്ടി. ആകാവുന്നത്ര വേഗത്തിൽ അതിൽ നിന്ന് മാറ്റം വരുത്തുന്നതിന്, അതിൽ നിന്ന് മുക്തമാകുന്നതിന് കേരള പാർട്ടി ശ്രമിക്കണം. എന്നാൽ UDFുമായുള്ള മുന്നണി ബന്ധം ഉപേക്ഷിക്കുന്നതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നേതൃത്വം നൽകിയില്ല. പാർട്ടിക്ക് വന്നിരിക്കുന്ന ഈ വ്യതിയാനം തിരുത്തണമെന്ന് കേന്ദ്ര പാർട്ടി നിർദ്ദേശിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതേസമയം UDF യോഗത്തിൽ പങ്കെടുക്കും എന്ന് പറയുകയും ഇതിന്റെ ഒരു വൈരുദ്ധ്യമില്ല. ഇതെങ്ങനെ വൈരുദ്ധ്യം? വൈരുദ്ധ്യമാണ്, ഞാൻ പറഞ്ഞല്ലോ വൈരുദ്ധ്യമാണെന്ന്. ആ വൈരുദ്ധ്യമുണ്ട്. പാർട്ടിയിൽ പിളർപ്പുണ്ടാകുന്നത് ഒഴിവാക്കാനായെങ്കിലും RSP സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ വലിയ പ്രതിസന്ധിയാണ് പുതിയ തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. UDF വിടുന്നത് നിലവിൽ കേരള ഘടകത്തിന് ആലോചിക്കാനാവില്ല. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിനൊപ്പം ഇക്കാര്യത്തിൽ സംസ്ഥാന ഘടകത്തിലുള്ള ഭിന്നതയും പാർട്ടിക്ക് തലവേദനയാകുമെന്ന് ഉറപ്പാണ്. മീഡിയ 1 തിരുവനന്തപുരം. +2 സീറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് VM സുധീരൻ. ബ്ലാക്ക്മെയിൽ കേസിൽ കോൺഗ്രസ്കാർക്ക് പങ്കുണ്ടോയെന്ന് പാർട്ടി അന്വേഷിക്കുമെന്നും സുധീരൻ കൊച്ചിയിൽ പറഞ്ഞു. ആ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് അതേ തുടർന്ന് ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശമുണ്ടാകുകയോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവുകൾ പ്രഥമദൃഷ്ട്യാ എങ്കിലും മുന്നോട്ട് വരികയോ ചെയ്താൽ തീർച്ചയായും ഗൗരവത്തോടു കൂടിയിട്ടുള്ള കാര്യങ്ങളെടുക്കും. ആറന്മുള വിമാനത്താവളത്തെ വീണ്ടും ന്യായീകരിച്ച് റവന്യൂ മന്ത്രി രംഗത്ത്. ആറന്മുളയെ ന്യായീകരിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ചോദിച്ചു. പരിസ്ഥിതി നാശം പറഞ്ഞ് പത്തനംതിട്ടയിൽ വിമാനത്താവളം വരുന്നതിനെ എതിർക്കുന്നവർ കണ്ണൂരിൽ വിമാനത്താവളം വരുന്നതിനെ എതിർക്കാത്തത് എന്തുകൊണ്ടാണ്? ആറന്മുള ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന് മാറ്റം വരുത്താതെ റൺവേ നിർമ്മിക്കാൻ കഴിയുമെന്ന റിപ്പോർട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇത് ന്യായീകരിച്ചുകൊണ്ട് എന്താ തെറ്റെന്താ? പത്തനംതിട്ട ജില്ലയിൽ ഒരു എയർപോർട്ട് വരുന്നു എന്നുള്ളതിനെ ശക്തമായ എതിർപ്പ് പല മേഖലകളിൽ നിന്നും ഉണ്ടാകുന്നു. അതേസമയം തന്നെ കണ്ണൂരിലെ എയർപോർട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്തേക്ക് വേണ്ടി മാത്രമായി എല്ലാ പ്രകൃതിയെക്കുറിച്ച് പറയുന്ന ആളുകളുടെ വികാരങ്ങൾ എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. CAG റിപ്പോർട്ട് വന്നിട്ടുള്ളത് തെറ്റുകൾ ഉണ്ടായെങ്കിൽ അത് തിരുത്തും, ഇത്രയേ ഉള്ളൂ. കിഷോർ കുമാർ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് 85 വയസ്സാകും. मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीती जाए. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയെയും അപകീർത്തിപ്പെടുത്തി ലേഖനം പ്രസിദ്ധീകരിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ശ്രീലങ്കൻ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുഷമ സ്വരാജ് പറഞ്ഞു. ജയലളിതയെ അപകീർത്തിപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് തമിഴ് സിനിമാ മേഖലയിലുള്ളവർ പ്രതിഷേധ ധർണ നടത്തി. വിജയ് അടക്കം നിരവധി സിനിമാ താരങ്ങൾ പ്രതിഷേധത്തിൽ പങ്കാളികളായി. ഇന്ത്യയിലെ ലങ്കൻ കോൺസുലേറ്റ് പിരിച്ചുവിടണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ഇതിനിടെ ഇന്ത്യയിൽ പര്യടനത്തിലെത്തിയ ശ്രീലങ്കൻ അണ്ടർ-15 ക്രിക്കറ്റ് ടീമിനെ തിരിച്ചയച്ചു. സിവിൽ സർവീസ് പരീക്ഷാ വിവാദവും പ്രതിഷേധവും ശക്തമായതിനെ തുടർന്ന് ഈ വിഷയത്തിന് അടിയന്തര പരിഹാരം കാണാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ ഊർജിതമാക്കി. ഇംഗ്ലീഷ് പരീക്ഷാഫലം മൊത്തത്തിലുള്ള പരീക്ഷാഫലത്തെ ബാധിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിനെ അറിയിച്ചുവെങ്കിലും അത് നടപ്പാക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമൊന്നും ആയിട്ടില്ല. നേപ്പാളിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ അരുൺ ജെയ്റ്റ്ലിയുമായും രാജ്നാഥ് സിംഗുമായും ഇക്കാര്യത്തിൽ പ്രത്യേക ചർച്ച നടത്തും. സിവിൽ സർവീസ് പരീക്ഷയിൽ ഇംഗ്ലീഷിന് അമിത പ്രാധാന്യം നൽകുകയും പ്രാദേശിക ഭാഷകളെ അവഗണിക്കുകയും ചെയ്യുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ തുടരുകയാണ്. പാർലമെന്റിനകത്തും ശക്തമായ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ സർക്കാരിന് നേരിടേണ്ടി വരുന്നത്. ഈ സാഹചര്യത്തിലാണ് UPSC പരീക്ഷയിൽ ഇംഗ്ലീഷിന് ലഭിക്കുന്ന മാർക്ക് മൊത്തത്തിലുള്ള മാർക്കിനെ ബാധിക്കില്ലെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെയും പേഴ്സണൽ വകുപ്പിന്റെയും ചുമതലയുള്ള സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയെ അറിയിച്ചത്. പുതിയ മാതൃകയിലുള്ള സിവിൽ സർവീസ് പരീക്ഷ ആരംഭിച്ച 2011 മുതലുള്ള പരീക്ഷകളിൽ പരാജയപ്പെട്ടവർക്ക് ഒരവസരം കൂടി നൽകുമെന്നും ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള ഭാഷാപരമായ വിവേചനം പരീക്ഷകളിൽ ഉണ്ടാവുന്നില്ലെന്ന് പാർലമെന്ററി കാര്യമന്ത്രി വെങ്കയ്യ നായിഡു അറിയിച്ചു. എന്നാൽ ഇക്കാര്യങ്ങളിൽ ഇതുവരെ അന്തിമ തീരുമാനമുണ്ടായിട്ടില്ല. വെറും പ്രസ്താവന കൊണ്ട് മാത്രം പ്രശ്നം അവസാനിക്കില്ലെന്നാണ് പ്രക്ഷോഭരംഗത്തുള്ള വിദ്യാർത്ഥികൾ പറയുന്നത്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ അരുൺ ജെയ്റ്റ്ലി, രാജ്നാഥ് സിംഗ് എന്നിവരുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മീഡിയ 1, ഡൽഹി. കള്ളപ്പണം രാജ്യത്തെ GDPയുടെ 75% വരുമെന്ന് റിപ്പോർട്ട്. കോളേജുകളിലെ തലവരിപ്പണം, റിയൽ എസ്റ്റേറ്റ്, ഖനനം എന്നീ മേഖലകളിൽ നിന്നാണ് വൻതോതിൽ കള്ളപ്പണം ഒഴുകുന്നത്. UPA സർക്കാർ നിയോഗിച്ച സമിതിയുടേതാണ് നിർണായകമായ കണ്ടെത്തലുകൾ. എന്നാൽ ഈ റിപ്പോർട്ട് പാർലമെന്റിൽ വയ്ക്കാൻ UPA NDA സർക്കാരുകൾ ഇതുവരെ തയ്യാറായിട്ടില്ല. കള്ളപ്പണ നിക്ഷേപത്തെക്കുറിച്ച് പഠിക്കാനായി UPA സർക്കാർ നിയോഗിച്ച നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസിയുടെ റിപ്പോർട്ടിലാണ് നിർണായക കണ്ടെത്തലുകളുള്ളത്. ഉന്നത വിദ്യാഭ്യാസത്തിനായി വാങ്ങുന്ന തലവരിപ്പണം, അനധികൃത ഖനനത്തിലൂടെ ലഭിക്കുന്ന പണം, വില കുറച്ച് കാണിച്ചുള്ള ഭൂമി കച്ചവടം എന്നീ 3 വിഭാഗങ്ങളാണ് കള്ളപ്പണത്തിന്റെ പ്രധാന സ്രോതസ്സെന്ന് റിപ്പോർട്ട് പറയുന്നു. ഇതിലൂടെ ലഭിക്കുന്ന പണം രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 75% വരും. 5,68,879 കോടി രൂപയാണ് റിയൽ എസ്റ്റേറ്റിലൂടെ സമാഹരിച്ച കള്ളപ്പണം. ഒരു പ്രമുഖ ദേശീയ പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. സമിതി കഴിഞ്ഞ വർഷം ഡിസംബറിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകിയെങ്കിലും നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. NDA സർക്കാരും റിപ്പോർട്ട് ഇതുവരെ പാർലമെന്റിൽ വെക്കാനോ തുടർ നടപടികൾ എടുക്കാനോ തയ്യാറായിട്ടില്ല. അതേസമയം കള്ളപ്പണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ NDA സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം സമിതി റിപ്പോർട്ടിന്മേൽ അന്വേഷണം നടത്തുന്നതായാണ് സൂചന. 5,953 കോടി രൂപയാണ് സ്വകാര്യ കോളേജുകൾ തലവരിപ്പണമായി മാത്രം കഴിഞ്ഞ വർഷം വാങ്ങിയത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. യാക്കോബായ സഭയിൽ ഐക്യത്തോടെ മുന്നോട്ടു പോകാൻ സഭയുടെ അടിയന്തര സുന്നഹദോസിന്റെ തീരുമാനം. സഭയിലെ പ്രശ്നത്തിന് കാരണമായ സ്ഥലംമാറ്റ ഉത്തരവുകൾ റദ്ദു ചെയ്യാനും പാത്രിയർക്കീസ് ബാവയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാനും സുന്നഹദോസ് തീരുമാനിച്ചു. ഓർത്തഡോക്സ് സഭയുമായി ചർച്ചയുടെ സാധ്യത തേടാനും തീരുമാനമായി. യാക്കോബായ സഭയിലെ മെത്രാപ്പൊലിത്തമാരുടെ സ്ഥലംമാറ്റ ഉത്തരവുകൾ റദ്ദാക്കിയ പാത്രിയർക്കീസ് ബാവയുടെ നടപടിയെ തുടർന്നായിരുന്നു സുന്നഹദോസ് ചേർന്നത്. പാത്രിയർക്കീസ് ബാവ സഭയ്ക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയെന്ന കാര്യം സുന്നഹദോസ് ഉപസമിതി കൺവീനർ ജോസഫ് മാർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലിത്ത സ്ഥിരീകരിച്ചു. പാത്രിയർക്കീസ് ബാവയുടെ തീരുമാനമാണ് സഭയിൽ അന്തിമമെന്നും സുന്നഹദോസ് തീരുമാനം വിശദീകരിച്ച് മെത്രാപ്പൊലിത്ത അറിയിച്ചു. ഭദ്രാസനങ്ങളിൽ നിന്നും പരാതികൾ വന്ന പശ്ചാത്തലത്തിൽ ചില ഭേദഗതികൾക്ക് വേണ്ടി പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ ഇവിടേക്ക് ചില നിർദ്ദേശങ്ങൾ തന്നിരുന്നു. ആ നിർദ്ദേശങ്ങൾ പാലിക്കുന്നു. പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ കൽപ്പനയാണ് ഈ സഭയെ സംബന്ധിച്ചിടത്തോളം എന്നും അന്തിമമെന്ന്. ഓർത്തഡോക്സ് സഭയുമായി യാക്കോബായ സഭ ലയിക്കാൻ പാത്രിയർക്കീസ് നിർദ്ദേശിച്ചെന്ന ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത ശരിയല്ല. ഓർത്തഡോക്സ് സഭയുമായി ചർച്ച നടത്താൻ ഉപസമിതി രൂപീകരിക്കണമെന്ന കൽപ്പനയും ഡമാസ്കസിൽ നിന്ന് ഉണ്ടായിട്ടില്ലെന്നും മെത്രാപ്പൊലീത്ത വിശദീകരിച്ചു. എന്നാൽ ചർച്ചയുടെ സാധ്യത തേടാൻ ശ്രമിക്കും. പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ സഭ യോജിക്കാനായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. വളരെ തെറ്റായിട്ടുള്ള ഒരു വാർത്തയാണ് അത് എന്ന് ഖേദപൂർവ്വം തന്നെ പറയട്ടെ. ഈ വിഷയം സംബന്ധിച്ച് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ സ്ട്രിക്റ്റ് ഡയറക്ഷൻ ഞങ്ങൾക്ക് തന്നിട്ടില്ല. കത്തോലിക്ക ബാവ രാജി പ്രഖ്യാപിച്ചെങ്കിലും അത് സ്വീകരിക്കേണ്ടതില്ലെന്നും സുന്നഹദോസിൽ ധാരണയായി. അഭിപ്രായ വ്യത്യാസമുണ്ടായത് സഭയിലല്ലെന്നും ജനങ്ങൾക്കിടയിലാണത് സംഭവിച്ചതെന്നും സുന്നഹദോസ് വിലയിരുത്തി. സഭാസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയാർക്കി സെന്ററിൽ ചേർന്ന സുന്നഹദോസിൽ 32 മെത്രാപ്പൊലിത്തമാരിൽ 18 പേർ പങ്കെടുത്തു. യു ഷൈജു, മീഡിയ 1, കൊച്ചി. ആരോഗ്യ സർവകലാശാലയിൽ ക്രമക്കേടും കെടുകാര്യസ്ഥതയും രൂക്ഷമാണെന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട്. സർവകലാശാല പ്രവർത്തനം തുടങ്ങി 2 വർഷത്തിനിടെ 14.5 കോടിയുടെ നഷ്ടമുണ്ടായതായും കണ്ടെത്തി. സ്വാശ്രയ സ്ഥാപനങ്ങളുടെ അഫിലിയേഷൻ ഓഫീസ് മാത്രമായി ഉത്തരവാദിത്തപ്പെട്ട ഒരു സർവകലാശാല മാറിയെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വൈദ്യശാസ്ത്ര പഠനം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക, കോഴ്സുകൾക്ക് ഏകോപനമുണ്ടാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ തുടങ്ങിയ ആരോഗ്യ സർവകലാശാല അഫിലിയേറ്റ് ചെയ്ത സ്വാശ്രയ മാനേജ്മെന്റുകളുടെ നിയന്ത്രണത്തിലാക്കപ്പെട്ടെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. സർക്കാരിന്റെ അനുമതിയില്ലാതെ നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ തുറന്ന സർവകലാശാലയുടെ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമല്ല. അഫിലിയേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കാതെ കോഴ്സുകൾക്ക് ക്രമവിരുദ്ധമായി അനുമതി നൽകിയതിലൂടെ മാത്രം 7.21 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. പ്രാഥമിക നിലവാരം പോലുമില്ലാത്ത സ്ഥാപനങ്ങൾക്ക് അഫിലിയേഷൻ നൽകി. പലയിടത്തും ആവശ്യത്തിന് രോഗികളോ ചികിത്സാ സൗകര്യങ്ങളോ അധ്യാപകരോ ഇല്ല. അധ്യയന വർഷത്തിലുടനീളം അധ്യാപകരില്ലാതെ പ്രവർത്തിക്കുന്ന പല സ്വാശ്രയ സ്ഥാപനങ്ങൾക്കും പരീക്ഷാ സമയത്ത് പിഴ ഒടുക്കി തുടർ പ്രവർത്തനത്തിന് അനുമതി നൽകി. ശമ്പളത്തേക്കാൾ കുറഞ്ഞ തുക പിഴ നൽകിയാൽ മതി എന്നറിഞ്ഞ മാനേജ്മെന്റുകൾക്ക് ഇത് കൂടുതൽ സൗകര്യവുമായി. അതേസമയം പഠന ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് അനുബന്ധ കോളേജുകളോ മറ്റ് സംവിധാനങ്ങളോ തുടങ്ങിയില്ല. മെഡിക്കൽ, ഡെന്റൽ, നഴ്സിംഗ് കോളേജുകളുടെ അഫിലിയേഷൻ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങൾ പോലും സർവകലാശാലയിലില്ല. ഈ സ്ഥിതി തുടർന്നാൽ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് നിലവാര തകർച്ച പൂർണ്ണമാകുമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന റിപ്പോർട്ട് നഷ്ടം വരുത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്ന് തുക ഈടാക്കണമെന്നും നിർദ്ദേശിക്കുന്നു. മീഡിയ 1, തൃശൂർ. കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് വീട് പൂർണ്ണമായി തകർന്നവർക്കും 2 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്ന റവന്യൂ മന്ത്രി അടൂർ പ്രകാശിന്റെ പ്രഖ്യാപനം. ഭാഗികമായി വീട് തകർന്നവർക്കും ധനസഹായം നൽകും. ദുരിതം അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ ഒരാഴ്ചത്തെ ധനസഹായം നൽകും. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 139 കോടി രൂപ ജില്ലാ കളക്ടർമാർക്ക് നൽകിയിട്ടുണ്ട്. കളക്ടർമാരുമായി നാളെ വീഡിയോ കോൺഫറൻസ് നടത്തുമെന്നും റവന്യൂ മന്ത്രി അറിയിച്ചു.
നവജാത ശിശുവിനെ വിറ്റ കേസിൽ നടത്തിയ കേസിൽ ചികിത്സിച്ച ഡോക്ടറടക്കം 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കണ്ണൂർ പയ്യന്നൂരിലാണ് സംഭവം. 2010-ലാണ് തായനേരി സ്വദേശിയായ അവിവാഹിതയായ പെൺകുട്ടിയുടെ കുഞ്ഞിനെ കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് 6 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തിയത്. 2010 മധ്യത്തോടെ കണ്ണൂർ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് കുഞ്ഞിനെ വിറ്റ സംഭവം നടന്നത്. പയ്യന്നൂർ തായനേരി സ്വദേശിനിയായ പെൺകുട്ടി അവിഹിത ഗർഭത്തിൽ പിറന്ന കുഞ്ഞിനെയാണ് 6 ലക്ഷം രൂപയ്ക്ക് കരിവള്ളൂർ സ്വദേശികളായ ദമ്പതികൾക്ക് വിറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂരിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശ്യാമള മുകുന്ദൻ, കുഞ്ഞിനെ വാങ്ങിയെന്ന് പറയപ്പെടുന്ന മുരളീധര പൊതുവാൾ, ഭാര്യ അനിത, പയ്യന്നൂർ നഗരസഭ ജനറൽ രജിസ്ട്രാർ എന്നിവർക്കെതിരെയാണ് കേസ്. ഡോക്ടർ ശ്യാമളയാണ് വിൽപ്പനയ്ക്ക് ഇടനിലക്കാരിയായി പ്രവർത്തിച്ചതെന്ന് പോലീസ് പറയുന്നു. ആയഞ്ചേരിയിലെ രാജൻ പി നായർ എന്നയാൾ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയതോടെയാണ് സംഭവം പുറലോകമറിയുന്നത്. ആ റിമൈൻഡർ മോളും മിനു സാബ് യാതൊരു നടപടി സ്വീകരിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് എന്ത് നടപടി സ്വീകരിച്ചു മുനീർ സാബിൻ്റെ ഓഫീസിലേക്ക് ഇതിനെപ്പറ്റി ഒരു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അത് സാമൂഹ്യക്ഷേമ വകുപ്പിനെ അന്വേഷിക്കാനായി കൊടുത്തിരുന്നു. വീണ്ടും ഒരു 2 മാസം കഴിഞ്ഞിട്ട് സാമൂഹ്യക്ഷേമ വകുപ്പ് വിളിച്ച് എന്ത് നടപടി സ്വീകരിച്ചു വന്നത് അപ്പോൾ പറഞ്ഞ അന്വേഷണം പുരോഗതിയിലാണ്. അപ്പോൾ അന്വേഷണത്തിന് ശേഷം ഈ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ ഞങ്ങൾ കൃത്യമായിട്ട് പോലീസിന് കൈമാറുന്നതായിരിക്കും എനിക്കൊരു മറുപടി കൊടുത്തു. വീണ്ടും ഞാൻ 2 മാസം കഴിഞ്ഞ് ചോദിച്ചാൽ തുറന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പ്രസ്തുത പരാതി നിങ്ങൾ കൈമാറിയിട്ടുണ്ട്. പരാതി കഴമ്പുടെ ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഡോക്ടർ ശ്യാമള ജോലി ചെയ്ത സ്വകാര്യ ആശുപത്രി കേന്ദ്രീകരിച്ച് ഇത്തരം നിരവധി സംഭവങ്ങൾ ഉണ്ടായതായി പരാതിയിൽ പറയുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി വരികയാണെന്നും പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പയ്യന്നൂർ പോലീസ് പറഞ്ഞു. മീഡിയ 1 കണ്ണൂർ.